ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങളൊന്ന് ആലപ്പുഴ വരെ പോകണം. കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഉടുപ്പാണ്, കഴുകാൻ വേണ്ടി ഇട്ടായിരുന്നു. പിന്നെ ഒരു ദിവസം കൂടി ഇട്ടിട്ട് കഴുകാമെന്ന് ഓർത്ത്. പിന്നെ നമുക്ക് വിരുന്നക്കാരെയും കൊണ്ട് ഇറക്കണമായിരുന്നു. അപ്പോൾ അതുവഴി നമുക്ക് നേരിട്ട് ആലപ്പുഴയ്ക്ക് പോകാമെന്ന് ഓർത്ത്. അങ്ങനെ ഞങ്ങൾ വള്ളത്തിലാണ് പോണത് ആലപ്പുഴ വരെ. അങ്ങനെ നമുക്ക് ഒരു മണിക്കൂറിന് മേലെ വരും നമുക്ക് ബോട്ടിന് പോവുകയാണെങ്കിൽ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെല്ലാമല്ലോ, നമ്മുടെ കാര്യങ്ങളും നടക്കും, പെട്ടെന്ന് നമുക്ക് പോരുകയും ചെയ്യാം. ടൗണിലൊക്കെ ഓരോ വീട്ടിലും കാറ്, ബൈക്ക്, അതേപോലെയാണ് ഇവിടെ എല്ലാ വീട്ടുകളിലും വള്ളം നിർബന്ധമാണ് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി പോകാൻ വേണ്ടി. അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു ഗൈസ്. ഞങ്ങൾ പോകുമ്പോൾ നല്ല കാർമേഘങ്ങൾ ഇരുണ്ട് മൂടിക്കെട്ടി ഇപ്പം പെയ്യും എന്ന് പറഞ്ഞിരുന്നേ. അപ്പോഴേക്കും ഞങ്ങൾ ഇവരെ കൊണ്ട് കൈയിൽ കൊണ്ടിറക്കിയായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ബൈക്കിന് പോകാമെന്ന് ഓർത്തു. അപ്പോഴേക്കും അണ്ണൻ പറഞ്ഞ് മഴ പെയ്താൽ എന്തായാലും രണ്ടുപേരും നനയും, കുട പിടിച്ച് വണ്ടിയിലിരിക്കാൻ പറ്റില്ലല്ലോ. വള്ളത്തിലാണെങ്കിൽ കുട പിടിച്ച് രണ്ടുപേർക്ക് ഇരിക്കാമല്ലോ. അതുകൊണ്ട് അണ്ണൻ പറഞ്ഞ് വേണ്ട, നമുക്കെന്നാൽ വള്ളത്തിൽ തന്നെ പോയിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പതിയെ വരാമെന്ന് പറഞ്ഞു. എല്ലായിടത്തും പമ്പ് തുറന്നിട്ടിരിക്കുകയാണ്. കണ്ടത്തിലെ വെള്ളം കായലിലേക്ക് അടിച്ചുവിടും. അതുകൊണ്ട് കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. മഴയ്ക്ക് മുമ്പ് കണ്ടത്തിലെ വെള്ളമെല്ലാം കളയണം, ഇല്ലെങ്കിൽ നമുക്ക് വെള്ളപ്പൊക്കം വരുമ്പോൾ പണി കിട്ടും. അതുകൊണ്ട് എല്ലാ കൃഷിയിലും വെള്ളം നമ്മളെന്ത് ചെയ്ത് ആറ്റിലേക്ക് ഇപ്പം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമില്ലേ, നല്ല ഒരു പ്രത്യേക ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇത്രയും നാളും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. വെയിലറിയത്തില്ല, ഇതുവഴി പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. പക്ഷെ സൂക്ഷിച്ച് വേണം നമുക്ക് പോകാൻ, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കാക്കകൾ നമ്മുടെ മണ്ടയ്ക്ക് തൂറും. പിന്നെ വെള്ളമെല്ലാം കെട്ടി നമ്മൾ ഓട്ടോയ്ക്കാണ് നമ്മുടെ യഥാർത്ഥ സ്ഥലത്തേക്ക് പോകേണ്ടത്. കുറച്ച് അധികം നടക്കാനുണ്ട്. പിന്നെ നമ്മൾ ഷോറൂമിൽ വന്ന് എൻ്റെ ഡ്രീമായിട്ടുള്ള സാധനം ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു ഗൈസ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കത് ഉടനെ തന്നെ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ പറഞ്ഞ് എടുത്ത് തരാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് ഉടനെ എടുത്ത് തരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല ഗൈസ്. എൻ്റെ ഒരു ചെറിയൊരു ബിസിനസ്സിന് വേണ്ടി എനിക്ക് എൻ്റെ ചേട്ടൻ എടുത്തു തന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ ഗൈസ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ വേണമെങ്കിൽ പറയാം.